കയറി ഇങ്ങോട്ട്. ഇങ്ങനെ ആക്കാൻ പറ്റില്ല. AC ഇടട്ടെ. ഇതെങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? വിസിബിലിറ്റി ഉണ്ടല്ലേ, ഫോട്ടോ എടുക്കാൻ പറ്റുന്നുള്ളൂ. കുറച്ചും കൂടെ നമുക്ക് താഴോട്ട് പോയി സൈഡ് ആക്കിയിട്ടേ ഫോട്ടോസ് എടുക്കാൻ നല്ലത്. കയറി പോകുന്നുണ്ടല്ലോ. പാർക്കാ, വ്യൂയിങ് വ്യൂ പാർക്കോ? ഫ്രീ ഉണ്ടോ? നോക്കാം. തുറന്നിട്ട് കയറിയല്ലോ. പാർക്കിംഗ് ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ? വാവ്, നല്ല വ്യൂ ആണ്. 1 2 3 ഹേ ബനാനേ ഒരു പൂ തരാമോ, കായ് തരാമോ? ഇതൊക്കെയാണ് ഞാൻ ജബൽ ജയ്സ് മലനിരകളിൽ നിന്നും നമ്മൾ കണ്ട് മനോഹരമായ കാഴ്ചകളൊക്കെ ഒപ്പിയെടുത്ത് അങ്ങനെ മലനിരകളിലൂടെ ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സ്ലോ മൂവിങ് ആയിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. കാരണം ഒരുപാട് സ്പീഡിൽ ഓടിക്കാനും പറ്റില്ല. നല്ല സ്കിഡായിട്ടുള്ള വഴിയാണ്. നല്ല മഴയും രാവിലെ ഉണ്ടായിരുന്നു. പിന്നെ തണുപ്പും കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടുത്തെ മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മുടെ ഹത്തയൊക്കെ പോയിട്ടുള്ള ഫുള്ള് അങ്ങനത്തെ റോക്കാണ്. ഫുള്ള് ഹാർഡ് റോക്കാണ്. ഇവിടെ നിന്നൊക്കെ നമ്മൾ യാത്ര കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടുത്തെ റോക്സൊക്കെ കാണുമ്പോൾ സാധാരണ നോർമൽ മണ്ണ് നമ്മൾ വെട്ടി ഉണ്ടാക്കിയത് എങ്ങനെയോ, ഒരു ശില്പം ഉണ്ടാക്കിയത് എങ്ങനെയോ അങ്ങനെ ആയതുപോലെ ആണ് താഴെയുള്ള ഈ മലനിരകൾ. അപ്പോൾ ഈ 3 ടൈപ്പ് മലനിരകൾ ഞങ്ങളിവിടെ കണ്ടു.
ഇത് ടോട്ടൽ നല്ല റോക്കായിട്ടുള്ളത്. അതുകൂടാതെ ശരിക്ക് താഴ്വാരത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ശരിക്ക് പൊടിമണ്ണ് കൊണ്ടുള്ള മലകളായിരുന്നു. ഒരു പക്ഷേ ഇവിടെ ഈ പാറക്കൂട്ടങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കാം നല്ല വെയിലും അതേപോലെ നല്ല മഴയും പിന്നെ ഈ അന്തരീക്ഷത്തിനനുസരിച്ച് ഇങ്ങനെ ഇത് നിലനിൽക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ പണ്ടേ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകേണ്ട സമയം പണ്ടേ കഴിഞ്ഞെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ മല ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം നല്ല ഹെയർ പിൻസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നല്ല വലിയൊരു കേവാണ്. പക്ഷെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ. പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് മല കയറാൻ 2 ലൈൻ അവർ ഇട്ടിട്ടുണ്ട്. കാരണം മല കയറുന്ന സമയത്ത് അത്ര എളുപ്പമല്ല പെട്ടെന്ന് മല കയറി വരിക എന്നുള്ളത്. പ്രത്യേകിച്ച് എന്നെപ്പോലെയൊക്കെ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർക്ക് വഴി ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇവിടെ നല്ല കേവാണ്. ഇവിടെ വണ്ടി അങ്ങനെ വീശി ഓടിക്കാനും പറ്റില്ല. കണ്ടോ, ഇപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര വലുതാണ്. താഴെയുള്ള റോഡുകളൊക്കെ അതിമനോഹരമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം വെളിച്ചമൊക്കെ വന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഈ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മല ഇറങ്ങുമ്പോഴും ആ മലയുടേതായിട്ടുള്ള സ്വഭാവം അങ്ങനെ മാറിക്കൊണ്ടിരുന്നു. എന്തായാലും റാസൽ ഖൈമ ഗവൺമെൻറ് ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത്രയും വർഷമായിട്ട് നമ്മൾ റാസൽ ഖൈമയിലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പോവാത്തതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ വാദി ഷൗക്കയിലൊക്കെ പോയിരുന്നെങ്കിലും ഇത്രയും വലിയ മലകളൊക്കെ കുത്തിത്തുരന്ന് ഇത്രയും നല്ല റോഡുകളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ജബൽ ജെയ്സിൻ്റെ മുകളിലൊക്കെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒരു ഈ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കാതെ വേറെ വഴിയില്ല. ഇതേപോലെ തന്നെയാണ് ഏതൊരു രാജ്യത്തിൻ്റെയും ഏതൊരു സ്ഥലത്തിൻ്റെയും ടൂറിസം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അവർ ശരിക്കും കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വീക്കെൻഡ് അല്ല, വീക്ക് ഡേയ്സ് ആയിട്ട് പോലും ഇന്ന് ട്യൂസ്ഡേ ആണ്. എന്നിട്ട് പോലും ഇന്നലെ രാത്രി ക്യാമ്പ് ചെയ്യാൻ ഒരുപാട് പേര് അവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും പേര് ക്യാമ്പ് ചെയ്യാനൊക്കെ ഈ ദിവസങ്ങൾ വരെ. അപ്പോൾ ഈ വീക്കെൻഡൊക്കെ അവിടെ ഒരു രക്ഷ ഉണ്ടാവില്ല. ഈവൻ കഴിഞ്ഞ ദിവസങ്ങൾ അലേർട്ട് വന്നിരുന്നു ഇവിടെ മഴയൊക്കെയാണ്, ആരും പുറത്തിറങ്ങരുത്, ഇന്ന മൗണ്ടൻസിൽ നിന്ന് പോരെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ അത്രയും വലിയ സ്ട്രിക്റ്റ്ലി ആയിട്ടുള്ള പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ യാത്ര മനോഹരമായിരുന്നു, സെറ്റ് യാത്രയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഒപ്പിയെടുത്ത മനോഹര ദൃശ്യങ്ങൾ ഓരോ പാട്ടായിട്ട് മല ഇറങ്ങുമ്പോഴും അതിൻ്റെ ആയിട്ടുള്ള ആ രസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് ക്യാമറ റെക്കോർഡിങ്ങിൽ വരുന്നത്. തുടർന്നുള്ള യാത്രകൾ, തുടർന്നുള്ള ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു.